ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും. വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ, ദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. നമസ്കാരം. SNCS വെൽനസ് ഫോറത്തിൻ്റെ ഭാഗമായ സ്പിരിച്വൽ വെൽനസ് വിങ്ങിൻ്റെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വെൽനസ് ഫോറം നടത്തുന്ന 5ാമത്തെ പ്രോഗ്രാമാണിത്. ഡോക്ടർ സിതാര ഉദ്ഘാടനം ചെയ്ത ഇൻഡക്ഷൻ സെറമണി, അതിനുശേഷം SNCSൻ്റെ പിക്നിക്, അൽഹിലാൽ ഹോസ്പിറ്റലുമായി ചേർന്ന് നടത്തിയ മെഡിക്കൽ ചെക്കപ്പ് പ്രോഗ്രാം, ബഹ്റിൻ സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് നടത്തിയ വോക്കത്തോൺ എന്നിവയെല്ലാം വളരെ മികച്ച രീതിയിൽ നടത്താൻ ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് സാധിച്ചു. ഇനിയും അതിന് കഴിയുമാറാകട്ടെ എന്ന് ഗുരുദേവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗുരുദേവൻ്റെ ജീവിതത്തെക്കുറിച്ചും ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ചും ഗുരുദേവ കൃതികളെക്കുറിച്ചും ഗുരുദേവൻ്റെ സന്യാസ പരമ്പരയിലെ മറ്റു ശ്രേഷ്ഠ സന്യാസിമാരുടെ കൃതികളെക്കുറിച്ചുമൊക്കെ വിശകലനം ചെയ്യുകയും വിവരിക്കുകയും അത് നമ്മുടെ അംഗങ്ങളിലേക്ക് എത്തിക്കുകയും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗുരുദേവ വചനാമൃതം എന്ന പേരിൽ എല്ലാ മാസവും ഒരു വെള്ളിയാഴ്ചയെങ്കിലും എന്ന രീതിയിൽ നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ തുടങ്ങുന്നത്. ഗുരുദേവ ദർശനത്തിൻ്റെ പ്രചാരണം എന്നത് നമ്മൾ ഓരോ ശ്രീനാരായണീയരുടെയും ഒരു പ്രധാന ഉത്തരവാദിത്വമാണെന്ന് നമ്മുടെ ഈ കമ്മിറ്റി കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും അവരുടെ കുട്ടികളുമായി ചേർന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ഗുരുദേവൻ്റെ ദർശനങ്ങളെക്കുറിച്ച് അറിയുവാനായി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പുതിയ തലമുറ ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മളെല്ലാവരും കരുതുകയും നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധ ചെലുത്തുകയും വേണമെന്നും പറയുന്നു. ഗുരുദേവനെക്കുറിച്ച് അറിയാനും വായിക്കുവാനും ഒക്കെ SNCS ലൈബ്രറിയും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ഈ കൂട്ടത്തിൽ അറിയിക്കുകയാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ഈ ഗുരുദേവ വചനാമൃതം എന്ന പ്രോഗ്രാമിന് ആശംസകൾ നൽകുന്നതിനായി SNCS ആക്ടിംഗ് ചെയർമാൻ ശ്രീ പ്രകാശ് KP, ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീകാന്ത്, അസിസ്റ്റൻറ്റ് ജനറൽ സെക്രട്ടറി
പൂജാ കമ്മിറ്റി കോർഡിനേറ്ററുമായ ശ്രീ ഷൈൻ ചെല്ലപ്പൻ, വെൽനസ് ഫോറം സെക്രട്ടറി ശ്രീ ഓമനക്കുട്ടൻ, വെൽനസ് ഫോറം കൺവീനർ ശ്രീ ശ്രീലാൽ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിനെത്തിയ ശ്രീമതി അജിത പ്രകാശിനെയും ശ്രീമതി സന്ധ്യ ബിലോജിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി SNCS ആക്ടിംഗ് ചെയർമാൻ ശ്രീ പ്രകാശ് KP അഭ്യർത്ഥിക്കുന്നു. പ്രിയ കുടുംബാംഗങ്ങളെ, ഏവർക്കും നമസ്കാരം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ, കാരണം നമ്മുടെ ഗുരുദേവൻ്റെ കൃതികളും ഗുരുദേവനെ പറ്റി അറിയാനും ബാക്കിയുള്ള നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളെപ്പറ്റി അറിയാനും മനസ്സിലാക്കുവാൻ അത് ജീവിതത്തിലാണെന്നറിയാൻ നമ്മളെ പുരോഗതിയിലേക്കും അറിവിലേക്കും നയിക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ ഈ വെൽനസ് പ്രോഗ്രാമിൻ്റെ സ്പിരിച്വൽ വെൽനസ് എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രഭാഷണത്തിന് വേണ്ടി നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് നമ്മുടെ 2 മാന്യ അംഗങ്ങളാണ്. ശ്രീമതി അജിത പ്രകാശും സന്ധ്യ ബിനോജുമാണ്. ഇവർക്ക് രണ്ടുപേരെയും അങ്ങനെ ഒരു താല്പര്യം കാണിച്ച് മുന്നോട്ട് വന്നതിൽ ഈ നമ്മുടെ SNCSനുള്ള കടപ്പാടും സ്നേഹവും അവരെ അറിയിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെയാണെന്നുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഗുരുദേവ കൃതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ പ്രഭാഷണത്തിന് വരുവാൻ ഓരോരുത്തർക്കും സാധിക്കണമെന്നുള്ള ഒരു എളിയ അപേക്ഷയുണ്ട്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഇത് പഠിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ആത്മീയതയിലേക്ക്, കാരണം കൂടുതൽ സന്തോഷം, സമാധാനവും വീടിൻ്റെ പുരോഗതിയും നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതി ആ വഴിയിൽ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ നല്ലൊരു സമൂഹത്തിനെയും നല്ലൊരു കുടുംബത്തിനെയും നമുക്ക് വാർത്തെടുക്കാൻ ഒരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് കാതോർക്കാം. താങ്ക് യു. നന്ദി ശ്രീ പ്രകാശ് KP. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീകാന്തിനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട SNCS ആക്ടിംഗ് ചെയർമാൻ പ്രകാശ് KP, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, SNCS കുടുംബാംഗങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഗുരുദേവൻ്റെ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുദേവ കൃതികളെയും ഗുരുദേവ ദർശനങ്ങളെയും കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമായി SNCS വെൽനസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന ഗുരുദേവ വചനാമൃതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമുക്കിവിടെ ക്ലാസ് എടുക്കുന്നത് പ്രഭാഷണം നടത്തുന്ന അജയ് ചേച്ചിയും സന്ധ്യ ബിലോജുമാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും നമ്മൾ മാസത്തിൽ ഒരു ആഴ്ചയാണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത്. അതിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ശ്രീകാന്ത്. അടുത്തതായി SNCS അസിസ്റ്റൻറ്റ് ജനറൽ സെക്രട്ടറിയും പൂജാ കമ്മിറ്റി കോർഡിനേറ്ററുമായ ശ്രീ ഷൈൻ ചെല്ലപ്പനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അവതാരിക തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വെൽനസ് പ്രോഗ്രാമിൻ്റെ 5ാമത്തെ പരിപാടിയായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി. അല്ല, 5 ഓൾറെഡി കഴിഞ്ഞു അല്ലേ? ഇത് 5ാമത്തെ. ഓക്കെ. അപ്പോൾ ഇതിൽ ഒരു കാര്യം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് വെൽനസ് ഫോറത്തിന് പ്രധാനമായും 4 ഉപവിഭാഗങ്ങളാണുള്ളത്. ആ 4 ഉപവിഭാഗങ്ങൾ ഇവിടെ നമ്മുടെ ഫ്ലെക്സിൽ കാണിച്ചിട്ടുണ്ട്. സ്പിരിച്വൽ വെൽനസ്, സോഷ്യൽ വെൽനസ്, മെൻ്റൽ വെൽനസ് ആൻഡ് ഫിസിക്കൽ വെൽനസ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫിസിക്കൽ വെൽനസിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതലും പ്രോഗ്രാം ഇതുവരെ ചെയ്തിരിക്കുന്നത്. സ്പിരിച്വൽ വെൽനസിൻ്റെ 1-2 പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ട്. എന്തായാലും സ്പിരിച്വൽ വെൽനസിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുദേവ വചനാമൃതം എന്ന ടൈറ്റിലിൽ ഒരു പ്രഭാഷണ പരമ്പരയായിട്ടാണ് ചിന്തിക്കുന്നത്. എല്ലാ മാസവും ഒരു വെള്ളിയാഴ്ചയെങ്കിലും ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ
ഗുരുദേവ ചിന്ത അല്ലെങ്കിൽ ഗുരുദേവനെ സംബന്ധിക്കുന്ന, അതുമല്ലെങ്കിൽ ഗുരുപരമ്പരയിലുള്ള മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ള മറ്റ് ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രഭാഷണ പരമ്പരയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ ചേച്ചി? അതെ. അപ്പോൾ എന്തായാലും ഈ ഗുരുദേവ വചനാമൃതം എന്ന ഈ ടൈറ്റിലിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നേരത്തെ അവതാരിക സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇവിടെ കാണുന്ന എല്ലാ അംഗങ്ങളും ഇനി വരാൻ പോകുന്ന എല്ലാ അധ്യായത്തിലും പങ്കെടുക്കും എന്ന ഒരു ദൃഢനിശ്ചയം നമ്മൾ ഓരോരുത്തരും എടുക്കണം. കാരണം ഇത് വളർന്നു വരണം. ഈ ഒരു ക്രൗഡിൽ നിന്ന് കുറച്ചുകൂടെ വലിയൊരു സദസ്സിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അവതാരിക ഒരു വാചകം സൂചിപ്പിച്ചിരുന്നു, നമുക്ക് എല്ലാവർക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഗുരു ചിന്തകൾ, ഗുരുദേവൻ്റെ കാര്യങ്ങൾ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. അപ്പം ആ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി വരുന്ന എല്ലാ ഗുരുദേവോചനാമൃത പരിപാടിയിലും ഇന്ന് ഈ സദസ്സിലിരിക്കുന്നവരെല്ലാവരും പങ്കെടുക്കുമെന്ന് സ്വയം ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ ആരെങ്കിലും കൂടി അഡീഷണലായിട്ട് കൊണ്ടുവരാനും ഇത് വലിയൊരു പ്രോഗ്രാമായിട്ട് നാളെ വളർന്നു വരുവാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നന്ദി ശ്രീ ഷൈൻ. അടുത്തതായി നമ്മുടെ വെൽനസ് ഫോറം സെക്രട്ടറി ശ്രീ ഓമനക്കുട്ടനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ, ജനറൽ സെക്രട്ടറി, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിവിടെ നമ്മുടെ പുതിയൊരു പ്രഭാഷണ പരമ്പര ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് നടക്കുകയാണ്. ഇന്നത്തെ പ്രഭാഷണ പരമ്പര നടത്തുന്നത് ശ്രീമതി അജിത പ്രകാശും ശ്രീമതി സന്ധ്യ ബിലോജുമാണ്. അവർക്ക് ഇന്നിവിടെ കൂടിയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ ഓമനക്കുട്ടൻ. അടുത്തതായി SNCS വെൽനസ് ഫോറം കൺവീനർ ശ്രീ ശ്രീലാലിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വെൽനസ് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ 1 ഇയറിനുള്ളിൽ ഒരു 5 പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. നല്ലൊരു മികച്ച തുടക്കമാണ്. നല്ലൊരു കമ്മിറ്റിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാവരെയും മികച്ച പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിച്ചത്. എല്ലാവരും എന്ത് കാര്യത്തിലും എല്ലാവരുടെയും നല്ലൊരു പിന്തുണയുണ്ട്. കൂടാതെ ഇന്നത്തെ പ്രഭാഷണത്തിന് അത് ചേച്ചിയും സന്ധ്യ ബിലോജും മുന്നിട്ട് വന്ന് അത് അങ്ങനെ ആശയം പറഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്തായാലും ചെയർമാനായാലും ഷൈനായാലും എല്ലാവരും അവർ നല്ല കാര്യമാണ്, നമുക്ക് തുടങ്ങി വെക്കാം, എങ്ങനെ ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വിശാലമായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെയാണ് സപ്പോർട്ട് കിട്ടിയത്. ഇനിയും മുന്നോട്ടും നല്ല പ്രവർത്തനങ്ങൾ വെൽനസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ശ്രീ ശ്രീലാൽ. ഇനി അടുത്തതായി നമ്മുടെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും സദസ്സിലേക്ക് ഉപവിഷ്ടരാകാനായി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ശ്രീമതി അജിതയുടെ പ്രഭാഷണമാണ്. ശ്രീമതി അജിത ഇതിനു മുമ്പും നമ്മുടെ പ്രെയർ ഹാളിൽ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചും അതുപോലെ ഗുരുദേവ സമാധി ഗാനത്തെ സംബന്ധിച്ചും ഗുരുദേവ കൃതികളെക്കുറിച്ചും ശിവരാത്രി ഐതിഹ്യങ്ങളെക്കുറിച്ചുമൊക്കെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പ്രഭാഷണത്തിനായി ശ്രീമതി അജിതയെ ക്ഷണിക്കുന്നു. പരമകാരുണികനായ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം. അറിവിൻ്റെ ദേവതയായ ശാരദാംബയ്ക്കു പ്രണാമം. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, സ്പിരിച്വൽ വെൽനസിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ആധ്യാത്മിക ചിന്തയിലേക്ക്
ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ശരീരം സ്വരൂപം തഥാവാ കളത്രം യശച്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഘ്രിപത്മേ മനചേന്ന ലഗ്നം തത് കിം തത് കിം തത് കിം തത് കിം. ഗുർവഷ്ടകം എന്ന കൃതിയിലെ ആദ്യ 4 വരികളാണ് ഞാൻ ഈ ചൊല്ലിയത്. ഇതിൻ്റെ അർത്ഥം സുന്ദരമായ രൂപഭംഗി തുളുമ്പുന്ന ശരീരവും സുന്ദരിയായ അതിമനോഹരിയായ ഭാര്യയും മേരുപർവ്വതത്തിന് ഹിമാലയ പർവ്വതത്തിന് സമാനമായ തുല്യമായ സമ്പത്തുണ്ടായാലും ശരി, ഒരു ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ മനസ്സുറപ്പിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് പിന്നെ എന്ത് പിന്നെ എന്ത്. ഗുർവഷ്ടകമെന്ന കൃതിയിലെ ആദ്യ 4 വരിയാണ് ഞാൻ ഈ ചൊല്ലിയത്. ഈ കൃതി എഴുതിയത് ആരാണെന്നറിയാമോ? ഈ കൃതി എഴുതിയത് ശങ്കരാചാര്യരാണ്. ശ്രീമദ് ശങ്കരാചാര്യർ, ശ്രീനാരായണ ഗുരു തൻ്റെ പൂർവസൂരിയായി കണ്ട ശങ്കര ഭഗവത് പാദർ, ജഗദ്ഗുരു ശങ്കരാചാര്യർ. നമുക്ക് ശങ്കരാചാര്യരിലേക്കൊന്ന് കണ്ണോടിക്കാം. ആലുവയിലെ കാലടി എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ ഇല്ലത്ത്, വളരെ പാവപ്പെട്ട ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ശങ്കരാചാര്യർ പിറന്നു. ശങ്കരാചാര്യരെ പോലെ, ശ്രീനാരായണ ഗുരുവിനെ പോലെ നല്ല കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണമെങ്കിൽ നല്ല സംസ്കാരമുള്ള അച്ഛനും അമ്മയും ഉണ്ടാവണം. ശങ്കരാചാര്യരുടെ മാതാപിതാക്കൾ ആര്യാമ്പയും ശിവഗുരുവുമായിരുന്നു. ആ മാതാപിതാക്കൾ വളരെ ഭക്തിപൂർവം ജീവിതം നയിച്ചവരായിരുന്നു. അച്ഛനാകട്ടെ സംസ്കൃത പണ്ഡിതനായിരുന്നു. വളരെ സ്വാത്വികമായ ജീവിതം നയിച്ചു പോകുന്നു. ഇവർക്ക് വളരെ കാലം കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ അവർ ഒത്തിരി ക്ഷേത്രങ്ങളിലുമൊക്കെ ഉപവാസവും ഒക്കെ നടത്തി വടക്കുംനാഥൻ്റെ അടുത്ത് ഭജനയിരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വടക്കുംനാഥൻ പ്രത്യക്ഷപ്പെടുകയും വടക്കുംനാഥൻ ചോദിച്ചു, നിങ്ങൾക്ക് 100 വർഷം ജീവിച്ചിരിക്കുന്ന പുത്രന്മാരെ വേണോ? അങ്ങനെയുള്ള പുത്രന്മാർ ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, അതോ കുറച്ചായുസുള്ള അല്പായുസുള്ള സൽഗുണസമ്പന്നനായ കുഞ്ഞിനെ വേണമോ എന്ന് ചോദിച്ചു. ശിവഗുരു, ആ അച്ഛൻ പറഞ്ഞു, എനിക്ക് അല്പായുസുള്ള സൽഗുണസമ്പന്നനായുള്ള മകനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആര്യാമ്പ ഗർഭം ധരിക്കുന്നു. അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നു. ആ അച്ഛൻ കുഞ്ഞിന് ശങ്കരൻ എന്നു പേരിട്ടു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ശങ്കരൻ്റെ ഉപനയനത്തിന് മുമ്പായി ആ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണെന്ന് പറഞ്ഞുവല്ലോ. അച്ഛൻ ഉള്ളപ്പോൾ തന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന അന്നമൊക്കെയായിരുന്നു ആ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം. അച്ഛൻ്റെ വേർപാട് ആ അമ്മയെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. 1300 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബ്രാഹ്മണ സ്ത്രീ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവപ്പെട്ടു കാണുമെന്ന് നാം ഒന്ന് ചിന്തിക്കുക. എന്തായാലും ആ അമ്മ വളരെയധികം കഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ വളർത്തി. കുഞ്ഞിന് അറിവ് വെച്ച് തുടങ്ങുന്ന പ്രായം ഏതാണ്ട് 6-7 വയസ്സായി.
കുഞ്ഞ് വളരെ മിടുക്കനാണ്. ഒന്നാമത് അച്ഛനും ഭയങ്കര സംസ്കൃത പണ്ഡിതനായിരുന്നല്ലോ. അപ്പോൾ ഈ കുഞ്ഞും വളരെ പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ 6-7 വയസ്സാകുന്നു കുഞ്ഞിന്. കുഞ്ഞ് അറിവ് വെച്ച് തുടങ്ങുന്ന കാലം എല്ലാ അമ്മമാരെയും പോലെയും ആ അമ്മയും കുഞ്ഞിനോട് ചോദിച്ചു, മകനെ നിനക്കാരാകണം? ആ കുഞ്ഞുടൻ പറഞ്ഞു, എനിക്കൊരു സന്യാസിയാകണമെന്ന്. സന്യാസിയോ? ആ അമ്മ ആകാംക്ഷയോടുകൂടി ചോദിച്ചു. അതെ അമ്മേ, എനിക്കൊരു സന്യാസിയാകണം. എന്നെ സന്യാസത്തിലേക്ക് പോകാൻ അനുവദിക്കണം. സന്യാസ അഭിവാഞ്ചയുള്ള, സന്യാസ പരിവ്രാജ മഹായോഗമുള്ള ഒരു ജീവനായിരുന്നു ശങ്കരൻ്റേത്. പാവം അമ്മയ്ക്കത് മനസ്സിലായില്ല. ഇങ്ങനെ സന്യാസത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോഴൊക്കെ അമ്മ പറയും, മകനെ നീ സന്യാസത്തിലേക്ക് പോയാൽ പിന്നെ ആരാണ് എനിക്കുള്ളത്? ഇപ്പോൾ തന്നെ ഞാൻ ശാരീരികമായും മാനസികമായും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ സന്യാസത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം ആര് നോക്കും? പക്ഷെ ആ കുഞ്ഞാകട്ടെ സന്യാസം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ വളർന്നു. അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ ആ കുഞ്ഞിനും അറിയാം. ഒരു ദിവസം ഈ കഷ്ടപ്പാട് കണ്ടിട്ട് ഈ കുഞ്ഞ് അതായത് ഈ അമ്മയും മകനും കൂടി ഒത്തിരി അകലെയുള്ള ഒരു പുഴയിലാണ് പോയി സ്നാനം ചെയ്യുന്നതും തുണി കഴുകുന്നതുമൊക്കെ. അങ്ങനെ അതിനുശേഷം രാവിലെ ഈ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനമൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇല്ലത്ത് വരുന്നത്. അപ്പോൾ അമ്മയുടെ ഈ ബുദ്ധിമുട്ട് കണ്ട് ഈ കൊച്ചു ബാലൻ ഒരു ദിവസം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലയോ ദേവി, എൻ്റെ അമ്മ ഇത്രയും ദൂരെയുള്ള പുഴയിൽ പോയി കുളിക്കുവാനൊന്നും സാധിക്കുന്നില്ല. നീ വളരെ കരുണാവതിയല്ലേ, വളരെ സ്നേഹവതിയാണല്ലോ. ഒരു കാര്യം ചെയ്യൂ, ദാ കുറച്ചു വെള്ളം എൻ്റെ ഇല്ലത്തിൻ്റെ അരികിലൂടെ ഒന്ന് ഒഴുക്കിത്തരാമോ? ദേവിയോട് ആ കൊച്ചു ബാലൻ പ്രാർത്ഥിച്ചു. എന്തിനേറെ പറയുന്നു, അടുത്ത നിമിഷം തന്നെ ആലുവാപ്പുഴയുടെ ഒരു ഉപശാഖ ആ ഇല്ലത്തിനെ അടുത്തുകൂടി വന്നു. ഇന്നും ആ പുഴ 2ആയി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അത്രമാത്രം പ്രകൃതി കേട്ട മഹാനുഭാവനായിരുന്നു ശ്രീ ശങ്കരാചാര്യർ. പിന്നീട് പ്രകൃതി കേട്ട ശബ്ദം ആരുടേതാണെന്നറിയാമോ? 140 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തിനടുത്ത് ചെമ്പഴന്തി എന്ന കൊച്ചു ഗ്രാമത്തിൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി പിറന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെതായിരുന്നു. മഴ പെയ്യണമെന്ന് പറയുമ്പോൾ പെയ്യുകയും കടൽ കയറരുത് എന്ന് പറയുമ്പോൾ കയറാതിരിക്കുകയും ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാതെ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത നിരവധി അത്ഭുതങ്ങൾ നമുക്ക് ഗുരുദേവൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ശങ്കരനിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ സന്യാസിയാകണം എന്നുള്ള ആഗ്രഹത്താൽ ശങ്കരൻ ഇങ്ങനെ പോകുന്നു. അമ്മയ്ക്കാണെങ്കിൽ ശങ്കരനെ സന്യാസത്തിലേക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ല. ഒന്നാമത് ഭർത്താവില്ല, മറ്റു മക്കളില്ല. ഇങ്ങനെയുള്ള അമ്മയ്ക്കാണെങ്കിൽ തീരെ ആരോഗ്യമൊക്കെ വളരെ മോശമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല മകനെ ഇതിലേക്ക് വിടാൻ. പക്ഷേ കുഞ്ഞാകട്ടെ, ഈ കൊച്ചു പയ്യനാകട്ടെ അമ്മയുടെ അനുവാദത്തിന് വേണ്ടി, അമ്മയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മകൻ സന്യാസത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ആ അനുവാദത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു. കുഞ്ഞിന് ഏതാണ്ട് 8 വയസ്സാകുന്നു. ഒരു ദിവസം പതിവ് പോലെ ഈ അമ്മയും മകനും കൂടി അടുത്തുള്ള പുഴക്കരയിലേക്ക് കുളിക്കുവാൻ വേണ്ടി പോകുന്നു. അമ്മയാകട്ടെ പുഴക്കരയിൽ നിന്ന് തുണി കഴുകുന്നു. ഈ കുഞ്ഞ് പുഴയുടെ മധ്യത്തിലേക്ക് നീന്തി ഇറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മേ എന്നൊരു വിളി കേൾക്കാം. അമ്മേ, എൻ്റെ കാലിലൊരു മുതല പിടിച്ചു.
കൊച്ചു പയ്യനല്ലേ. അമ്മയ്ക്കാണെങ്കിൽ ഓടിപ്പോയി രക്ഷിക്കാൻ പറ്റാത്ത ദൂരത്തിലാണ് മകൻ നിൽക്കുന്നത്. വീണ്ടും പറയുന്നു, ദാ എൻ്റെ കണങ്കാൽ വിഴുങ്ങി, ദാ എൻ്റെ ഉപ്പൂറ്റി വരെ വിഴുങ്ങുന്നു, എൻ്റെ മുട്ട് വിഴുങ്ങുന്നു, ദാ എന്നെ പൂർണ്ണമായും വിഴുങ്ങുവാൻ പോകുന്നു. അമ്മ ഒരു കാര്യം ചെയ്തേര്, അവിടെ നിന്നൊന്ന് അനുഗ്രഹിച്ചാട്ടെ, ഞാനൊരു സന്യാസിയായി ഈ ലോകത്ത് നിന്നും പോകുന്നു എന്ന് അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിച്ചേരും. കൈകൊണ്ടൊന്ന് അനുഗ്രഹിച്ചാൽ മാത്രം മതി. അവിടെ നിന്ന് ഒരു സന്യാസിയായി എന്ന കൃതാർത്ഥതയോടുകൂടി ഈ മുതലച്ചേട്ടൻ്റെ വായിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു, ശരി മകനെ, നീ ഒരു സന്യാസിയായി ഈ ലോകത്തു നിന്നും യാത്ര പോകുന്നു എന്നു പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ആ മുതല പിടിവിടുന്നു. ആ കുഞ്ഞ് പെട്ടെന്ന് നീന്തി വന്ന് അമ്മയുടെ കാൽക്കൽ വീണു നമസ്കരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ എന്നെ അനുവദിച്ചിരിക്കുന്നു, ഇനി ഞാൻ പോകട്ടെ. ആ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റാത്ത സ്റ്റേജായിരുന്നു, പറ്റാത്ത അവസ്ഥ. വളരെ നിസ്സഹായ അവസ്ഥയിൽ അമ്മ ഇങ്ങനെ നിന്നു. ഈശ്വരന് കൊടുത്ത പ്രതിജ്ഞയല്ലേ, അതിൽ നിന്ന് പിന്മാറുന്നത് ശരിയല്ലല്ലോ. ആ അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞിന് നന്മ വരുത്തേണമേ എന്ന്. അങ്ങനെ ശങ്കരൻ സന്യാസത്തിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങുന്നു. യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ അമ്മയോട് ചോദിക്കുന്നു, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ആഗ്രഹമുണ്ടോ എന്ന്. അമ്മ പറഞ്ഞു, മകനെ, എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, നീ വല്ലപ്പോഴുമൊക്കെ വന്നൊന്ന് കണ്ടാൽ മാത്രം മതിയെന്ന്. അപ്പോൾ ആ മകൻ പറഞ്ഞു, അമ്മ എന്നെ എപ്പോഴാണോ ആത്മാർത്ഥമായി കാണണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഞാനിവിടെ എത്തിക്കൊള്ളാം എന്ന് ശങ്കരൻ വാക്കുകൊടുക്കുന്നു. അതിനുശേഷം ശങ്കരൻ വടക്കോട്ടേക്ക് യാത്ര തിരിക്കുന്നു. പല ആശ്രമങ്ങളിലും കയറി പല ഗുരുക്കന്മാരെയും കണ്ടു. അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന സകല വിദ്യകളും പഠിച്ചു. അങ്ങനെ പഠിച്ച് കാശ്മീരിലെ ഏറ്റവും വലിയ വിദ്വാനെ ആദരിക്കുന്ന സ്ഥലമാണ് സർവജ്ഞപീഠം. അവിടെ കയറണമെങ്കിൽ നിരവധി പണ്ഡിതന്മാരെ വാദപ്രതിവാദങ്ങളിലൂടെ ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും അതിനുത്തരം പറയണം. അങ്ങനെ പണ്ഡിതന്മാരെ വാദപ്രതിവാദങ്ങളിലൂടെ തോൽപ്പിച്ച് ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറി. അതിനുശേഷം അവിടെ നിന്നും ഹിമാലയത്തിലേക്ക് യാത്ര പോകുന്നു. അവിടെ കേദാർനാഥ് എന്ന ഗുഹയിൽ ധ്യാനത്തിലിരുന്നു, ധ്യാനനിമഗ്നനായിരുന്നു. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ശങ്കരാചാര്യർക്ക് തോന്നുന്നു, അമ്മയ്ക്കെന്നെ ഒന്ന് കാണണമെന്ന്, അമ്മയ്ക്ക് എന്നോടൊന്ന് സംവദിക്കണമെന്ന്. അമ്മയ്ക്ക് കൊടുത്ത വാക്കോർത്തു ശങ്കരൻ. പെട്ടെന്ന് തന്നെ ശങ്കരാചാര്യർ കാലടിയിലെത്തുന്നു. ഇവർക്കൊക്കെ ഒരു സിദ്ധിവിശേഷമുണ്ട്. സിദ്ധിവിശേഷം എന്ന് പറഞ്ഞാൽ ഒരിടത്തിരുന്നു കൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ പോകാനുള്ള സിദ്ധിവിശേഷം. ശ്രീനാരായണ ഗുരുവും അതുപോലെ സിദ്ധിവിശേഷമുള്ള ഒരു മഹായോഗിയായിരുന്നു. അങ്ങനെ അടുത്ത നിമിഷം തന്നെ ശങ്കരാചാര്യർ കാലടിയിലെത്തുന്നു. ആ സമയമാകട്ടെ അമ്മ വളരെ ക്ഷീണിതയായി കിടക്കുകയാണ്. ഏതാണ്ട് മരണത്തോടടുക്കുന്ന സമയം. ഈ ശങ്കരാചാര്യ അമ്മയെ കണ്ടപ്പോൾ തന്നെ അമ്മയുടെ പാദം തൊട്ട് നമസ്കരിക്കുന്നു. അതിനുശേഷം തൻ്റെ മടിയിൽ അമ്മയുടെ തലയെടുത്ത് വെച്ച് ഇടത്തെ കൈകൊണ്ട് ആ മൂർധാവിലൊന്ന് തലോടി, വലത്തെ കൈയെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് താരകമന്ത്രം, ഓങ്കാരമന്ത്രം പറഞ്ഞുകൊടുത്തു.
അമ്മയ്ക്കല്പം വെള്ളമൊഴിച്ചു കൊടുത്തു. അമ്മയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ചുമൊക്കെ ആ മകൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ മകൻ്റെ സാന്നിധ്യത്തിൽ അമ്മ പതുക്കെ ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞു. അതിനുശേഷം ശങ്കരാചാര്യർ എഴുതിയ ഒരു കൃതിയാണ്, ആ അമ്മയെ ഓർത്തുകൊണ്ട് എഴുതിയ ഒരു കൃതിയാണ് മാതൃപഞ്ചകം എന്ന കൃതി. അമ്മയ്ക്ക് സമർപ്പിച്ച ഒരു കൃതിയാണ് മാതൃപഞ്ചകം. ഒരു സന്യാസിയായിട്ട് പോലും തൻ്റെ അമ്മയുടെ അന്ത്യവേളയിൽ അവിടെ എത്തുകയും എല്ലാ കാര്യങ്ങൾ സംസ്കാര ശുശ്രൂഷകൾ വരെ നടത്തുകയും ചെയ്തതിന് ശേഷം അമ്മയെ ഓർത്തുകൊണ്ട് രചിച്ച ഒരു സ്മരണാഞ്ജലിയാണ് മാതൃപഞ്ചകം. 5 ശ്ലോകങ്ങളുള്ള ഒരു കൃതിയാണ്. അതിലെ ആദ്യ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാ ച സംവത്സരി ഏകസ്യാഭിന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതി ഉന്നതോപി തനയാ തസ്യ ജനന്യൈ നമഃ. ഇതിൻ്റെ അർത്ഥം പ്രസവ സമയത്ത് അമ്മ അനുഭവിച്ച വേദനയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അന്നത്തെ ആ പ്രസവ സമയത്തെ ആ വേദന ശങ്കരാചാര്യർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ശരീരത്തിൽ ശൂലം തറച്ചാലുണ്ടാകുന്ന അസഹനീയമായ വേദന സഹിച്ചുകൊണ്ട് എനിക്ക് ജന്മം നൽകിയ അമ്മയെ, അല്ലയോ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ നമിക്കുന്നു. പിന്നെയോ ഗർഭകാലത്ത് അമ്മയുടെ ജഠരത്തിൽ ഞാൻ വളർന്നു വലുതാകുമ്പോൾ അമ്മ അനുഭവിച്ച ഭക്ഷണത്തിന് രുചിയില്ലായ്മ, ശരീരത്തിനുണ്ടാകുന്ന ശോഷണം, പ്രസവം വരെ അനുഭവിച്ച ശാരീരിക വൈഷമ്യങ്ങൾ, ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. അതുപോലെ എൻ്റെ വിസർജനങ്ങളായ മലമൂത്രങ്ങൾ നിറഞ്ഞ ശയ്യയിൽ കിടന്ന് അമ്മ അനുഭവിച്ച കഷ്ടതകൾ, ഇവയൊക്കെ ഞാൻ ഓർക്കുന്നു, അമ്മയെ ഞാൻ നമിക്കുന്നു. അങ്ങനെയുള്ള ഗർഭഭാര ക്ലേശങ്ങളും വൈഷമ്യങ്ങളും അനുഭവിച്ച അമ്മയെ മകൻ എത്ര കേമനായാലും ആ അമ്മയോട് ഉള്ള കടപ്പാട് തീർക്കാൻ എത്ര ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന മഹാനായാലും ഗർഭഭാരം ചുമന്നതിനുള്ള പ്രതിഫലം നൽകുവാൻ സാധിക്കില്ല എന്ന് ശങ്കരാചാര്യർ അനുഭവത്തിൽ നിന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് എഴുതിയ ഒരു കൃതിയാണ് മാതൃപഞ്ചകം എന്ന കൃതി. ഈ കൃതി നമ്മളെല്ലാവരും ഒന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കൃതിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണ്ട് 5 ശ്ലോകങ്ങളടങ്ങിയ ഒരു കൃതിയാണ് ഇത്. നമുക്കിനിയും വരുന്ന സമയങ്ങളിൽ നമുക്ക് ഇന്നിപ്പം എൻ്റെ സമയം ഞാൻ 10-15 മിനിറ്റാണ് പറഞ്ഞേക്കുന്നത്, അത് തീരാനാകുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വേദിയിൽ ചർച്ച ചെയ്യണം. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സ്പിരിച്വൽ വെൽനെസ്സിൻ്റെ ഈ വേദി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും പല കാര്യങ്ങളും അറിയാം. അത് അവരൊക്കെ ഈ ആധ്യാത്മിക പല ഗുരു പരമ്പരകളിലെ ശ്രേഷ്ഠന്മാരെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ നമുക്കെല്ലാവരും അത് ഈ വേദിയിൽ വന്ന് പങ്കുവെക്കുക. ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന ആ ഒരു മഹത് വചനം ഓർത്തുകൊണ്ട് ഈ സ്പിരിച്വൽ വെൽനെസ്സിൻ്റെ ഈ വേദി എല്ലാവരും സമ്പുഷ്ടമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി അജിത. പ്രഭാഷണത്തിനായി ശ്രീമതി സന്ധ്യ ബിലോജിനെ ക്ഷണിക്കുന്നു. ഓം
ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും ഇത് കേട്ട് എനിക്കറിയില്ല, ബോറടിച്ചു വന്ന്. ഞാൻ എന്നാലും ഗുരുദേവൻ്റെ കൃതികളൊന്നും വിവർത്തനം ചെയ്യാൻ ആളല്ല. എങ്കിലും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ചെറുതായിട്ട് ഞാനൊന്ന് വിവരിച്ചു തരാം. ഇപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത് പിണ്ടനന്ദി എന്ന് പറയുന്ന ഗുരുദേവൻ്റെ ഒരു കൃതിയാണ്. പിണ്ടനന്ദി. പിണ്ടം എന്ന് വെച്ചാൽ നമുക്കറിയാം ശരീരം, മാസ്. നന്ദി എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. അപ്പോൾ നമുക്ക് ഒരു വിശിഷ്ടമായ ഒരു മനുഷ്യജന്മം തന്ന് നമ്മൾ സൃഷ്ടിച്ച് നമ്മളെ കാത്തുരക്ഷിക്കുന്ന ഭഗവാനോടുള്ള ഒരു നന്ദിയാണ് ഗുരുദേവൻ്റെ ഈ കൃതി പിണ്ടനന്ദി എന്ന് പറയുന്നത്. ഇതിലൊരു 9 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു കൃതിയാണ് പിണ്ടനന്ദി. അതിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് അന്നദാനം, വസ്ത്രദാനം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇപ്പം നമ്മൾ അന്നദാനം ചെയ്യുകയാണെങ്കിൽ ഒരു നേരത്തെ ഒരു വിശപ്പ് മാത്രമേ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത നിമിഷം അവന് വിശക്കാൻ തുടങ്ങും, അടുത്ത ഭക്ഷണം അന്വേഷിച്ച് അവൻ പോകും. അതുപോലെ തന്നെയാണ് വസ്ത്രം. നമ്മൾ വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്ത് അത് കാലക്രമേണ അത് പഴകും, അത് കീറിപ്പോവും, പിന്നെ പുതിയതിനായിട്ട് നമ്മൾ തിരഞ്ഞു പോകും. പക്ഷേ ഏറ്റവും ഉദാത്തമായ ശ്രേഷ്ഠമായ ദാനം എന്ന് പറയുന്നത് ജ്ഞാനദാനമാണ്. ഒരുവന് നമ്മൾ ജ്ഞാനം പകർന്നു കൊടുക്കുന്നത് പോലെ ഒരുവന് ജ്ഞാനം ലഭിച്ചാൽ അവൻ്റെ ശാശ്വതമായിട്ടുള്ള വിശപ്പ് അവിടെ ശമിക്കും. പിന്നെ അവന് ഒന്നിൻ്റെയും പുറകെ അന്വേഷിച്ച് പോകില്ല. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ദാനം എന്ന് പറയുന്നത് ജ്ഞാനദാനമാണ്. അപ്പോൾ ഗുരുവിൻ്റെ എല്ലാ കൃതികളും എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എല്ലാം ഒരു മനുഷ്യ ജീവിതം ജീവിച്ച് തീർക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഗുരുദേവൻ്റെ കൃതികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം ആശയം കൊണ്ടും അവതരണം കൊണ്ടും എല്ലാ കൃതികളും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. നമ്മൾ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ സംഘടിച്ച് ശക്തരാവുക, അല്ലെങ്കിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ള വാക്യങ്ങളല്ലാതെ ഗുരുദേവനെ നമ്മൾ അറിയണമെങ്കിൽ ഗുരുദേവൻ്റെ കൃതികൾ നമ്മൾ പഠിക്കണം. നമ്മൾ ഗുരുദേവനെ കൂടുതൽ അടുത്തറിയണമെങ്കിൽ, ഗുരുദേവൻ്റെ ഒരു തത്വചിന്തകൻ എന്ന നിലയിലും എല്ലാ രീതിയിലും നമ്മൾ ഗുരുദേവനെ അറിയണമെങ്കിൽ ഗുരുദേവൻ്റെ കൃതികൾ നമ്മൾ പഠിക്കണം. അപ്പം നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് ഈ ജന്മം കൊണ്ടൊന്നും ഗുരുദേവൻ്റെ കൃതികൾ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതിന് ഒരുപാട് ജന്മങ്ങൾ എടുക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ദൈവദശകത്തിലെ ആദ്യത്തെ 4 വരി, ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഈ 4 വരികളുടെ അർത്ഥം മാത്രം നമ്മൾ അർത്ഥതലങ്ങൾ അന്വേഷിച്ച് പോയാൽ ഒരു ഡോക്ടറേറ്റ് എടുക്കാൻ, ഒരു പ്രബന്ധം തയ്യാറെടുക്കാൻ ഈ 4 വരികൾ മാത്രം മതി എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുദേവൻ്റെ ഏതെല്ലാം കൃതികളുണ്ട്, എത്ര സ്തോത്രകൃതികളുണ്ട്, ഒരുപാട് കൃതികളുണ്ട്. അതിൽ ഏതെങ്കിലും കൃതികൾ നമ്മൾ പഠിക്കുക. കൃതികൾ പഠിക്കുന്നതിലൂടെ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് മാറും. നമുക്കൊരു പുതിയ ജന്മം കിട്ടും. നമ്മുടെ ജീവിതം കൂടുതൽ തേച്ച് മിനുക്കാനായിട്ട്, ഒരു അർത്ഥമുള്ളതാക്കി മാറ്റാനായിട്ട് ഗുരുദേവ കൃതികൾ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇവിടെ ലൈബ്രറിയിൽ ഗുരുദേവ കൃതികളെല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഗുരുദേവൻ്റെ പുസ്തകങ്ങളെടുത്ത് കൃതികളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തും. നിങ്ങളുടെ ജീവിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു മറുപടി നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. അപ്പം അതിൽ നമ്മൾ പറയുന്നത് പിണ്ടനന്ദി എന്ന് പറഞ്ഞ കൃതി നമുക്ക് തുടങ്ങാം. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയൻ്റെ പിണ്ടം എപ്പേരുമമ്പൊടു വളർത്ത കൃപാലുവല്ലി, കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നു അവിടെയൊക്കെയുമങ്ങു ശംഭോ. പിണ്ടനന്ദിയുടെ ആദ്യത്തെ 4 വരികളാണ്. ഇവിടെ ഇത് നടക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പം ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും താഴ്മയായിട്ട് പറയുന്ന അടിയൻ എന്ന് പറയാം. അടിയൻ ഭഗവാന്റെ മുമ്പിൽ അത്രയും താഴ്മയായിട്ട് പറയാണ്. അടിയൻ്റെ പിണ്ടം എന്ന് വെച്ചാൽ നമ്മൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലെ ഒരു പിണ്ടം, ഒരു മാംസപിണ്ഡമായിട്ടാണ് ആദ്യം ഉടലെടുക്കുന്നത് ഭഗവാൻ നമ്മളെ അവിടെ നിക്ഷേപിക്കുന്നത്.
അവിടുന്ന് എപ്പേരും അമ്പൊടു വളർത്ത കൃപാലുവല്ലി, എപ്പേരും എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും കണ്ണിമ ചിമ്മാതെ ഒരു അമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ താഴെയും വെക്കാതെ വളർത്തുന്നത്, അതുപോലെ എപ്പോഴും എല്ലായ്പ്പോഴും കണ്ണ് തെറ്റാതെ ഒരു വഴിപാട് പോലെയല്ല, എന്തിനോ വേണ്ടിയല്ല, സ്നേഹത്തോടെ എന്നെ വളർത്ത ഭഗവാനെ, നീ എത്ര കൃപാലുവാണ്. ഭഗവാൻ ദൈവത്തിനോട് നന്ദി പറയാണ്, എന്നെ ഇത്രയും കാത്ത് സംരക്ഷിച്ചല്ലോ, നീ എത്ര കൃപാലുവാണ്. കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നു അവിടെയൊക്കെയും അങ്ങു ശംഭോ. കൽപ്പിച്ച പോലെ വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗവാനോട് പറയും, ഭഗവാനെ എനിക്ക് എന്താ ഇത്ര ദുഃഖങ്ങൾ, അവൾക്കില്ലല്ലോ എനിക്കുണ്ടല്ലോ എന്ന് നമ്മൾ പരാതി പറയും. അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ വരുന്നത് നമ്മുടെ ഓരോ ആവശ്യങ്ങളായിരിക്കാം. എനിക്ക് പരീക്ഷയിൽ ഇത്ര മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ, എൻ്റെ മക്കൾ നന്നായി പഠിക്കണേ എന്നൊക്കെ ഉള്ളൊരു ആവശ്യങ്ങൾ ഉന്നയിക്കാനായിട്ടായിരിക്കും ആവശ്യങ്ങളായിരിക്കും നമ്മുടെ പ്രാർത്ഥനയിൽ മുഖ്യമായിട്ടുണ്ടാവുക. പക്ഷേ കൽപ്പിച്ച പോലെ ഭഗവാൻ പറയാണ്, കൽപ്പിച്ച പോലെ വരുമെന്ന് നിനച്ച് കണ്ടിട്ട് നമ്മൾ കൽപ്പിച്ച ഭഗവാന്റെ ഇഷ്ടം പോലെ ഇച്ഛ പോലെ എല്ലാം നടക്കുകയുള്ളൂ. നമ്മളൊന്നുമല്ല, നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലല്ല ഒന്നും ഉള്ളത് എന്ന് കണ്ട് നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് ഞാൻ ഇരിക്കുകയാണ്. ഭഗവാനെ, അല്ലയോ ഭഗവാനെ, നമ്മളിപ്പോൾ ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു മാംസപിണ്ഡമായിട്ട് നമ്മൾ വളർന്നപ്പോൾ ഭഗവാൻ അറിയാം, നമ്മൾ പറഞ്ഞിട്ടല്ല ഭഗവാൻ നമുക്ക് ഈ ജന്മം തന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി, നമുക്ക് വേണ്ട പോഷകങ്ങളെല്ലാം സമയത്തിന് നമുക്ക് നൽകി. നമ്മൾ ഒരു ഇരുട്ടറയിൽ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ 9 മാസം കിടന്നു. ആ ഗർഭപാത്രത്തിൽ 4 ചുമരുകൾക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന പോലെ നമ്മൾ കിടന്നപ്പോൾ നമുക്ക് സമയത്തിനുള്ള ഭക്ഷണം നൽകി. നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോലും നമ്മുടെ നാവുകൾ ചലിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം നമുക്ക് ഭഗവാൻ എല്ലാം കണ്ടറിഞ്ഞ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും. അതിന് നമ്മൾ ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടേണ്ട. നമ്മൾ പറയേണ്ടത് ഇത്ര മാത്രം, ഭഗവാനെ എനിക്കിന്ന് നല്ലൊരു ദിവസം തന്ന് അനുഗ്രഹിച്ചല്ലോ, അതിന് എനിക്ക് നിന്നോട് നന്ദി മാത്രം. ഇനി നാളെയും നല്ലൊരു ദിവസം തന്ന് അനുഗ്രഹിക്കണേ എന്ന് പറയേണ്ടത് ആവശ്യമേ ഉള്ളൂ. നമ്മളൊന്നും ആവശ്യപ്പെടേണ്ട. ഇനി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കർമ്മം നമ്മുടെ ഈ ജന്മത്തിൽ നിന്നോ കഴിഞ്ഞ ജന്മത്തിൽ നിന്നോ ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നോ പോയിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ പല ദുഃഖങ്ങളുണ്ടാവുന്നത്. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ ഒന്ന് നോക്കൂ, നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, വേറെ അസുഖങ്ങളൊന്നുമില്ല. എത്രയോ പേര് അസുഖങ്ങളാലൊക്കെ രോഗങ്ങളാലും പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണ്ടേ. നമ്മൾ പരാതികളും പരിഭവങ്ങളൊക്കെ കുറച്ച് നമ്മുടെ കിട്ടിയ ഈ നല്ലൊരു ജീവിതത്തെ നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തി ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ഈ പിണ്ടനന്ദി എന്ന് പറഞ്ഞ കൃതി വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകും. നമുക്ക് എല്ലാത്തിനോടൊരു നന്ദി വരും. നമ്മൾ ജീവിതത്തോടൊരു ഇഷ്ടം തോന്നും, ഒരു സ്നേഹം തോന്നും. ഭഗവാനെ, നീ എനിക്ക് ഈ ജീവിതം തന്നല്ലോ, ഞാൻ നിന്നോടെന്നും കടപ്പെട്ടവനായിരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ. അത് കഴിഞ്ഞിട്ട് മണ്ണും ജലം കനലമമ്പൊരു അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടിരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവത ഇങ്കൽ നിന്നെൻ പിണ്ടത്തിനന്ന മൃദു നൽകി വളർത്ത ശംഭോ. അപ്പോൾ ആദ്യം നടന്നത് ഗർഭപാത്രത്തിൽ നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ അറിയാം, മണ്ണ്, ജലം, അഗ്നി, വായു. ഈ പഞ്ചഭൂതങ്ങൾ, അപ്പോൾ ഭഗവാൻ സാധാരണയായിട്ട് വാക്ക് ഉപയോഗിച്ചേക്കാണ് മണ്ണ്, ജലം, കനൽ, അമ്പരം, കാറ്റ്. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ശരീരം ഉണ്ടാക്കി. ആ ശരീരം വെറുതെ ഉണ്ടാക്കിയല്ല, അത് എണ്ണിപ്പിടിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ശരീരം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധ അളവുകളാണ് നമ്മൾക്കുള്ളത്. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലവർക്ക് വാദത്തിൻ്റെ അസ്കിത കൂടുതലാണെങ്കിൽ ചിലവർക്ക് പിത്തമായിരിക്കും, അല്ലെങ്കിൽ ശ്വാസം മുട്ടായിരിക്കും, അങ്ങനെ പല അസുഖങ്ങളായിരിക്കാം. അപ്പോൾ അതൊക്കെ എണ്ണിപ്പിടിച്ചിട്ട് അറയിലിട്ട് എരിച്ച് കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്നു. ദണ്ഡപ്പെടുത്തുന്ന വെച്ചാൽ നമ്മളെ കർമ്മഫലങ്ങൾ, മുന്നേ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങൾ, വിധി എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ദേവതയുണ്ട്. നമ്മൾ ആ ഗർഭത്തിൽ വെച്ചിട്ട്
അതിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് നമുക്കൊരു ആത്മാവ് ഭഗവാൻ നൽകി. അങ്ങനെ ഒരു അമൃത് നൽകിയ ഭഗവാനെ എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കല്ലിനകത്ത് കുടി വാഴുമൊരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിലമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാവരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു. കല്ലിനകത്ത് കുടി വാഴുന്ന ഒരു അല്പജന്തു. നമ്മൾ മുറ്റത്ത് കിടക്കുന്ന ഒരു കല്ല് ഒന്ന് മറിച്ച് നോക്കിയാൽ അറിയാം, ധാരാളം പുഴുക്കളും ചെറിയ ചെറിയ ജീവികളും ഒക്കെ കല്ലിൻ്റെ ഇടയിൽ കാണും. അപ്പോൾ നമ്മുടെ ഈശ്വര കൃപയ്ക്ക് അർഹനായത് മനുഷ്യൻ മാത്രമല്ല, നമ്മൾ ഭൂമിയിൽ ഈ ഭൂമിയിൽ കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങൾക്കെല്ലാം ഈശ്വരാനുഗ്രഹത്തിന് അർഹതയുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ സൂര്യൻ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ വെളിച്ചം കൊടുക്കുന്നത് പോലെ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ, അതിപ്പോൾ ഈ ലോകം സൃഷ്ടിക്കുന്ന ബ്രഹ്മാവായാലും ദേവേന്ദ്രനായാലും ഇതിപ്പോൾ രാഷ്ട്രപതി ആയാലും പ്രധാനമന്ത്രി ആയാലും ഏത് പിച്ചക്കാരനായാലും ഈ ഒരു മാർഗത്തിലൂടെ വളർന്നു വരാൻ പറ്റുള്ളൂ. അവൻ ആദ്യം അമ്മയുടെ ഉദരത്തിൽ ഒരു അണ്ഡമായിട്ട് വളർന്ന് പിന്നീട് കണ്ണും മൂക്കും നഖവുമുള്ള ഒരു ചൈതന്യമുള്ള ഒരു മനുഷ്യനായിട്ട് പിന്നീടേ മാറുന്നുള്ളൂ. അതുവരെ എല്ലാവർക്കും ഒരേപോലെയാണ്. ഏത് ആരായാലും പണക്കാരനെന്നോ പാവപ്പെട്ടവനോ ദേവേന്ദ്രനെന്നോ ആരുമില്ല, എല്ലാവരായാലും ഒരുപോലെയാണ്, ഇതുപോലെ തന്നെയാണ് വളർന്നു വരുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിലൊന്തുകൊണ്ടിത് വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ത്വത്തമില്ലതിനു നീ അരുളീടു ശംഭോ. നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ അവിടെ നമുക്ക് ബന്ധുക്കളില്ല, നമുക്ക് ധനമില്ല, നമുക്ക് ബലമില്ല. നമ്മളവിടെ എങ്ങനെ അപ്പോൾ ഗുരുദേവൻ പറയാണ് അഹോ വിചിത്രം, നമ്മളെങ്ങനെ വളർന്ന് ഇങ്ങനെ ഒരു രൂപമായിട്ട് മാറി. കാരണം നമുക്ക് അവിടെ ബന്ധുക്കളില്ല. ഇന്ന് നമ്മുടെ ലോകത്ത് നമ്മൾ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അച്ഛൻ അമ്മ പിന്നെ ബന്ധുക്കളൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ അവിടെ കിടക്കുമ്പോൾ നമുക്ക് ബന്ധുക്കളില്ല. പിന്നെ നമ്മളെങ്ങനെ നേടി നമ്മളെ ജീവിതം? നമുക്ക് ധനമില്ല. നമുക്കിന്ന് ഇവിടെ ജീവിക്കുന്നെങ്കിൽ, ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ എത്ര പൈസ ഉണ്ടായാലും തികയില്ല. അങ്ങനെ ഒരു സമയത്ത് അവിടെ ധനമില്ല, ബലമില്ല. നമ്മൾ ജനിച്ച് ഒരു 3 മാസം കഴിയാതെ നമുക്ക് സ്വന്തമായിട്ടൊന്ന് മാറിക്കിടക്കാൻ പോലും പറ്റില്ല, അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയോ സഹായം ഇല്ലാതെ. അപ്പോൾ ഈ ബലവും ധനവും അല്ലെങ്കിൽ ബന്ധുത്വം ഒന്നും ഇല്ലാതെ നമ്മൾ ഒരു ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് വളർന്നു വന്നത്? ദൈവമേ, ഇത് ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ. അഹോ വിചിത്രം എന്ന് ഭഗവാൻ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ആരുടെ കളിയാണ്? ഇതൊക്കെ ഭഗവാന്റെ കളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അന്ധത്വമില്ലാതെ ഇരുളിൽ വീണു പോവാതെ നമുക്ക് ജീവിക്കാമെന്നാണ് പറയുന്നത്. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു കാലൻ്റെ കയ്യിലണയാതെ വളർത്തി നീയേ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാനാ കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. 4-5 മാസം നമ്മൾ ആദ്യം ഒരു പിണ്ഡമായിട്ട് മാത്രമേ മാറും. പിന്നെ കണ്ണ്, മൂക്ക്, ഹൃദയമിടിപ്പ് എല്ലാം വന്ന് നമ്മളെ കാലൻ്റെ കയ്യിൽ അണയാതെ നമ്മളെ കാത്തു. കാരണം ഈ ഗർഭാവസ്ഥയിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഇല്ലാതെയായി പോകാം. 4-5 മാസമായിട്ട് നമ്മളെ കാത്ത് രക്ഷിച്ച് കാലൻ്റെ കയ്യിൽ അണയാതെ, കാരണം നമ്മൾക്ക് പുറത്ത് വന്നാലേ വാക്സിനേഷനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ നമ്മുടെ ബന്ധുവായിട്ട് നമുക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മളെ കാത്ത് രക്ഷിക്കുന്ന ഒരു ബലവും ഇല്ലാതെ നമ്മളവിടെ കിടക്കുമ്പോൾ ഭഗവാൻ മാത്രമേ നമുക്ക് ഉള്ളൂ കരുതലായിട്ട്, താതനായിട്ട് ഉള്ളത്. അപ്പോൾ ആ കാലം ഞാൻ അവിടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ കിടന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. ഭഗവാനെ, എൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന ഈ കരച്ചിൽ, ഈ കണ്ണുനീർ തുള്ളികൾ മാത്രമേ നിനക്ക് വേണ്ടി സമർപ്പിക്കാനുള്ളൂ. നിൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ എൻ്റെ കണ്ണുനീർ തുള്ളികൾ സമർപ്പിക്കുകയാണ്. വേറെ ഒന്നും എനിക്ക് നിനക്ക് തരാനില്ല. ഞാൻ ആ കാലം ഓർത്തിട്ട് കരയുകയാണെന്ന് ഭഗവാൻ പറയുന്നത്. അന്നുള്ള വേദന മറന്നത് നന്ന്, ഉണർന്നാലിന്നിങ്ങു തെന്നെരിയിൽ വീണു മരിക്കുമയ്യോ.
പൊന്നപ്പനെന്നു പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമെന്നറിയുന്നു ശംഭോ. അപ്പോൾ ഞാൻ അന്ന് ആ ഗർഭപാത്രത്തിൽ വേദന സഹിച്ച് കിടക്കുക. വേദന എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇരുട്ട് ഇതിൽ അമ്മയുടെ കുടലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് മലാശയം മൂത്രാശയം എല്ലാത്തിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കിടക്കുകയാണ് ഒരു 9 മാസം. അങ്ങനെ കിടക്കാമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ ആ കാര്യങ്ങളൊക്കെ അന്നത്തെ വേദന നമുക്ക് മറക്കാൻ സാധിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു. ഞാനത് ഓർത്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ ആ രീതിയിൽ വീണ് മരിക്കും. അതല്ലാതെയും പറയുന്നുണ്ട്, നമുക്ക് ഇനിയും ജന്മങ്ങളായിട്ട് ഓരോ ജന്മം ഇങ്ങനെ ജനിച്ചു വരാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഓർത്താൽ നമ്മൾക്ക് പിന്നെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ പൊന്നപ്പനന്ന് പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ട് തന്നെയും ഇതെന്നറിയുന്നു ശംഭോ. പൊന്നപ്പൻ ഭഗവാൻ ശിവനെ പൊന്നപ്പൻ എന്നൊരു ഓമന പേരിട്ട് വിളിക്കുകയാണ്. പൊന്നപ്പൻ പൊറിവാതിലൊരഞ്ചുമിട്ട് പൊറിവാതിൽ 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി നമ്മൾ ലോകത്തിനെ അറിയണേ. അപ്പോൾ ഈ ഒരു വിശിഷ്ടമായ ഒരു ജന്മം നമുക്ക് തന്നിരിക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ അറിയിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് ആ ഇന്ദ്രിയങ്ങൾ തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നല്ലത് കേൾക്കാനല്ല, നല്ലത് നമ്മൾ കേൾക്കുന്നില്ല, നല്ലത് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ല, എല്ലാം തെറ്റായ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ജന്മം പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന ഈശ്വരൻ നല്ല രീതിയിൽ ഉപയോഗിച്ച് ഈ മനുഷ്യജന്മത്തെ അർത്ഥമുള്ളതാക്കണം. നല്ലത് കാണാനും നല്ല രീതിയിൽ ചിന്തിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഉള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കൂന്നെന്താവതിങ്ങടിയനൊന്നരുളീടു ശംഭോ. ഇപ്പോൾ അമ്മയോട് നമ്മളെങ്ങനെ നന്ദിയുള്ളവരായിരിക്കണം. ഒരു അമ്മ നമ്മളെ 9 മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് നമ്മളെ അകമേ ചുമടായി കിടത്തി. നമ്മളെ തലയിലോ അല്ല മറ്റ് പുറത്തൊന്നല്ല ചുമടായി കിടത്തിയത്. നമ്മളെ വയറിനുള്ളിൽ ഗർഭാശയത്തിനുള്ളിൽ ചുമടായിട്ട് അമ്മ നമ്മളെ കിടത്തി. പുറത്ത് നമ്മൾ ചുമടുന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇറക്കി വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാം. പക്ഷേ അകമയാണ് നമ്മൾ ചുമടുന്നത്. അപ്പോൾ ഈ ഒരു ജന്മം കൊണ്ട് നമുക്കൊരു അമ്മയോടുള്ള നന്ദിയോ കടപ്പാടോ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കില്ല. കാരണം അജിത ചേച്ചി നേരത്തെ പറഞ്ഞു, ഒരു ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന പ്രസവ വേദനയാണ്. അപ്പോൾ ആ ഒരു അമ്മ 9 മാസം ചുമന്ന് പലവിധ കഷ്ടപ്പാടുകൾ ഓരോന്നാലോചിച്ച് വെന്ത് ഉള്ളഴിഞ്ഞ് എന്തൊക്കെയാണ് സംഭവിക്കുക ഓരോന്നാലോചിച്ച് നെടുവീർപ്പിട്ട് നൊന്ത് പ്രസവിച്ച് എന്ന് വെച്ചാൽ അത്രയധികം വേദന സഹിച്ച് അമ്മ നമ്മളെ പ്രസവിച്ചിട്ടപ്പോൾ ആ അമ്മയോട് എന്നും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. പക്ഷെ അച്ഛനും അതുപോലെ തന്നെയാണ്. നൊന്ത് പ്രസവിക്കുന്നേ ഇല്ലയെന്നേ ഉള്ളൂ. പക്ഷേ അച്ഛനും മക്കളെക്കുറിച്ച് മക്കൾക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി അച്ഛനും അമ്മയെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയെയും നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് വൃദ്ധസദനങ്ങളിലോ മറ്റും തള്ളിക്കളയാതെ അവരെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞല്ലോ, ഇനി എവിടെ കിടന്നാൽ എന്നുള്ളൊരു ചിന്തയല്ലാതെ അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് നൽകുക. അപ്പോൾ മാത്രമാണ് നമ്മൾ നന്ദിയുള്ളവരായി തീരുക. അവരവർക്ക് അർഹതപ്പെട്ടത് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിട്ട് തീരും. അപ്പോൾ ഭഗവാൻ പറയാണ്, അങ്ങനെ അച്ഛനും അമ്മയും തള്ളിക്കളയാൻ, എന്നെ ഇങ്ങനെ സംരക്ഷിച്ച് എന്നെ നൊന്ത് പ്രസവിച്ച് എൻ്റെ അമ്മയെ തള്ളിക്കളയാൻ ആർക്ക് തോന്നിയാലും എനിക്ക് തോന്നല്ലേ ഈശ്വര എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, നമ്മുടെ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. നമ്മുടെ മക്കളെ നോക്കാനായിട്ട് നമ്മളെ ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു വളർത്തച്ഛനോ വളർത്തമ്മയാണ് നമ്മൾ. അപ്പോൾ അവരെ ഒരു വനിതയെ ഒരു നല്ല പുരുഷനോ നല്ല വനിതയെ ആക്കിയിട്ട് മാറ്റുക എന്നതാണ് നമ്മളെന്ന അച്ഛനമ്മമാരിലെ ഉത്തരവാദിത്യം. അത് ഭഗവാൻ നോക്കുകയാണ്. നിങ്ങളെങ്ങനെ നല്ല രീതിയിലാണോ ചെയ്യുന്നത്, അവർക്ക് ആവശ്യമുള്ള ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, എല്ലാം ചെയ്യേണ്ടത്. അവരെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ച് അവരെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും അനുകമ്പയുള്ളൊരു മനസ്സുള്ളവരാക്കി മാറ്റാനായിട്ട് നമ്മൾ അച്ഛനമ്മമാരെന്ന നിലയിൽ നമ്മൾ ശ്രമിക്കണം. അത് മാത്രമേ ആ ജീവിതാന്ത്യം വരെ അവരുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ.
ഇനി അവസാനത്തെ വരിയിൽ പറയുന്നത്, എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇന്നെടുത്തു ചൊല്ലേണമോ, ദുരിതമൊക്കെ അകറ്റേണ നീ, എല്ലാരുമിങ്ങടിയനൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെരുതിലേറി വരുന്ന ശംഭോ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഭഗവാൻ പിണ്ടനന്ദി അവസാനിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഭഗവാനെ പറയാണ്, ഞാനൊന്നും ഭഗവാനോട് പറയേണ്ട ആവശ്യമില്ല, ഭഗവാൻ എല്ലാം അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ഭഗവാനെ എൻ്റെ ദുരിതങ്ങളൊക്കെ ഒന്ന് മാറ്റണേ, നീ കാളപ്പുറത്ത് കയറി വരുന്ന ശംഭോ എനിക്ക് സകല ശ്രേയസ്സും തരണേ. നിന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു അമ്മയെപ്പോലെ ഒരു അച്ഛനെ പോലെ നീ എന്നെ കാത്ത് സംരക്ഷിക്കുമെന്ന് അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ ദുരിതങ്ങളൊക്കെ ഒന്ന് അകറ്റണേ. എന്നെ നീ എല്ലാവരും കൈവിട്ടാൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ ആശ്രയം, വേറെ ആരും എനിക്ക് ആശ്രയമില്ല, നീ എൻ്റെ കൂടെ ഉണ്ടാവണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് പിണ്ടനന്ദി എന്ന കൃതി ഭഗവാൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൃതിയിലൂടെ പോകുമ്പോൾ ഞാൻ അധികം ആഴങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നല്ല, ഇതിൽ ഒരുപാട് തലങ്ങളിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾക്ക് അഹങ്കാരം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഈ ശരീരം പോലും നമ്മുടെ അല്ല, ശരീരം നമ്മുടെ ഉടമസ്ഥൻ ദൈവം ഭഗവാൻ നമുക്ക് വാടകയ്ക്ക് വേണ്ടി താമസിക്കാനായിട്ട് തന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം, പുതിയൊരു വീട്ടിലേക്ക്, പുതിയൊരു ശരീരത്തിലേക്ക് നമ്മൾ മാറണം. ജന്മങ്ങളുണ്ടെന്നാണല്ലോ പറയണേ. അപ്പോൾ ഈ ശരീരം പോലും നമ്മുടെ എല്ലാം എന്ന് ഓർക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, പിന്നെ എല്ലാം സമർപ്പിച്ച് നമ്മളൊന്നും സംശയം വേണ്ട, ഭഗവാൻ എന്നെ രക്ഷിക്കുമോ ഇല്ലേ എന്നൊന്നും സംശയം വേണ്ട, ഭഗവാനിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ ഭഗവാൻ എല്ലാ യോഗം എല്ലാ ക്ഷേമവും നമുക്ക് തരും. നമുക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടും, നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ നമുക്ക് നിലനിർത്താനായിട്ടും സാധിക്കും. അപ്പോൾ ഭഗവാനിൽ ഒരു സംശയമില്ലാതെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഭഗവാൻ എന്നെ സംരക്ഷിച്ചോളും, ഞാൻ ഒന്നിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഗുരുദേവൻ്റെ കൃതികൾ നമ്മൾ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക, നമ്മുടെ ജീവിതത്തിൽ അതിനെ ആവാഹിച്ച് അതിനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ദുഃഖങ്ങളും ഉണ്ടാവില്ല, നമ്മുടെ ജീവിതം നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. നന്ദി. നന്ദി ശ്രീമതി സന്ധ്യ. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി SNCS വെൽനസ് ഫോറം കൺവീനർ ശ്രീ ശ്രീലാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വെൽനസ് ഫോറത്തിൻ്റെ ഇന്നത്തെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ച അജിത ചേച്ചിക്കും സന്ധ്യ ബിലോചനും SNCSൻ്റെ പേരിലും വെൽനസിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന SNCSൻ്റെ ഡയറക്ടർ ബോർഡോടും മറ്റുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ പരിപാടി നല്ല രീതിയിൽ കോർത്തിണക്കിയ MC രമ്യയ്ക്കും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയൊരു സെൻഡ് ഓഫ് സെഷനാണ്. അതിനായി ശ്രീ സോമൻ, ശ്രീ വിപിൻ എന്നിവരെയും അവരുടെ കുടുംബത്തെയും നമ്മുടെ SNCS